നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. അന്തിമഫലം ഉച്ചയോടുകൂടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച ടോൾ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പിരിക്കും. പന്നിയങ്കരയിൽ ടോൾ വർദ്ധിപ്പിക്കുന്നത് ഇത് 3ാം തവണ. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. അക്ഷരമുറ്റത്തെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. ജില്ലാതല പ്രവേശനോത്സവം കല്ലിങ്കൽപ്പാടത്ത്. കല്ലിങ്കൽപ്പാടം സ്കൂളിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുക കടലാസ് പൂക്കളുമായി. മഹാത്മാഗാന്ധിയെ ലോകം അറിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറ്റപ്പെടുത്തൽ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ തട്ടിയ മുറിവാണെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ. ഗാന്ധിജിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ KS ചിത്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നടക്കുക. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. 8:30 മുതൽ EVM മെഷീനിലെ വോട്ടുകൾ എണ്ണും. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ 1329 ബൂത്തുകളും, ആലത്തൂർ മണ്ഡലത്തിൽ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിലായി 1156 പോളിംഗ് ബൂത്തുകളുമാണ് ഉള്ളത്. ഇതിനായി പ്രത്യേകം ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി അന്തിമ ഫലം പുറത്തു വരാനാണ് സാധ്യത. നിലവിൽ സുരക്ഷിതമായിട്ട് കൗണ്ടിങ് നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ 2 ഒബ്സർവർമാരും ആലത്തൂർ മണ്ഡലത്തിൽ 3 ഒബ്സർവർമാരും എത്തിച്ചേരുന്നുണ്ട്. പിന്നെ കൗണ്ടിങ് ഡ്യൂട്ടിക്കായിട്ട് ജീവനക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് റാൻഡമൈസേഷൻ എവിടെയാണ് പോകുന്നത്, ഏത് ടേബിളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് അന്നേ ദിവസം, കൗണ്ടിങ് ദിവസം രാവിലെ മാത്രമാണ് അറിയാൻ കഴിയുക. അപ്പോൾ കൗണ്ടിങ് ദിനം രാവിലെ 5 മണിക്കാണ് 3rd റാൻഡമൈസേഷൻ പൂർത്തിയാക്കുക. നിലവിൽ അവർക്ക് 2 ട്രെയിനിങ്ങുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 3ാമത്തെ ട്രെയിനിങ് നാളെ ദിവസം, അത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതുകൂടാതെ ഓരോ കാൻഡിഡേറ്റിനും ഓരോ ടേബിളിലേക്കും ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ് ഏജൻസിനെ അപ്പോയിൻ്റ് ചെയ്യാം. അപ്പോൾ ആ കാൻഡിഡേറ്റ് ഏജൻസിനെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ എല്ലാ സ്ഥാനാർത്ഥികളും തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അത് വെരിഫൈ ചെയ്ത് അവർക്ക് ആ പ്രദേശത്തേക്ക്, അതായത് കൗണ്ടിങ് ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ID കാർഡുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൗണ്ടിങ് ഹാളിലെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സിനെ പറ്റി കൂടി പറയേണ്ടതുണ്ട്. നിലവിൽ ഒരു 3 കോർഡോൺ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ആണ് കൗണ്ടിങ് ഹാളിൽ ഒരുക്കുന്നത്. അത് പോലീസിൻ്റെയും അതുപോലെ തന്നെ CAPFൻ്റെയും നേതൃത്വത്തിലാണ്. അപ്പോൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു ഗേറ്റിന്, അതായത് ആലത്തൂരിനും പാലക്കാടിനും സെപ്പറേറ്റ് ഗേറ്റ് ഉണ്ട്. ഗേറ്റിന് 100 മീറ്റർ പരിധിയിൽ പെഡസ്ട്രിയൻ സോണായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിക്ടോറിയ കോളേജിൻ്റെ മുൻപിൽ കൂടെയുള്ള റോഡ് 100 മീറ്റർ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാഫിക് അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. അത് പോലീസ് 2 ദിവസത്തിനുള്ളിൽ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നതായിരിക്കും. പന്നിയങ്കര ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച ടോൾ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പിരിക്കും. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കരയിൽ പുതുക്കിയ ടോൾ നിരക്ക് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന വർധനവാണ് ഞായറാഴ്ച മുതൽ പിരിക്കുക. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ നിന്നും കരാർ കമ്പനി പിന്മാറുകയായിരുന്നു. പുതുക്കിയ നിരക്ക് പ്രകാരം 5% വരെ നിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2022 മാർച്ച് 9 ടോൾ പിരിവ് ആരംഭിച്ചതിന് ശേഷം ഇത് 3ാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. 2022 ഏപ്രിൽ 1-നും 2023 ഏപ്രിൽ 1-നും നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ദേശീയപാതയിൽ കുതിരാൻ തുരങ്കത്തിൻ്റേതുൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. അക്ഷരമുറ്റത്തെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. ജില്ലാതല പ്രവേശനോത്സവം കല്ലിങ്കൽപ്പാടത്ത്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ വീണ്ടും സജീവമാകുകയാണ്. ആദ്യമായി അക്ഷരമുറ്റത്തെത്തുന്നവരെയും അവധി കഴിഞ്ഞ് എത്തുന്ന വിദ്യാർത്ഥികളെയും വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവത്തോടെയാവും വിദ്യാർത്ഥികളെ വരവേൽക്കുക. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും പൂർത്തിയായി. ഈ വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.
മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. അവധി കഴിഞ്ഞെത്തുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യവും ഒരുക്കാൻ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കണ്ണമ്പ്ര കല്ലിങ്ങൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ കടലാസ് പൂക്കൾ ഒരുക്കി വരവേൽക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്ന കണ്ണമ്പ്ര കല്ലിങ്ങൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കടലാസ് പൂക്കൾ നിർമ്മാണം. ബഹുവർണ്ണങ്ങളോട് കൂടിയ കടലാസ് പൂക്കളാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ നൂറുകണക്കിന് പൂക്കൾ തയ്യാറാക്കി വിദ്യാർത്ഥികളെ വരവേൽക്കാനാണ് ഒരുങ്ങുന്നത്. കൂടാതെ അക്ഷരതോരണവും അക്ഷര കിരീടവും ഒക്കെ ഒരുക്കുന്നുണ്ട്. വാഴപ്പിണ്ടിയിൽ പ്രത്യേകം ചിരാത് സ്ഥാപിച്ചാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. പ്രവേശനോത്സവം ഹരിതാഭമാക്കുന്നതോടൊപ്പം വർണ്ണാഭമാക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. സ്കൂൾ പ്രധാന അധ്യാപിക M വിനീതയുടെയും കായികാധ്യാപിക M ശോഭനയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇക്കൊല്ലത്തെ പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം കല്ലിങ്ങൽപ്പാടത്തെ ഒരു ദൗത്യമായി ഞങ്ങളെല്ലാവരും കല്ലിങ്ങൽപ്പാടം സ്കൂളിലെ എല്ലാ അധ്യാപകരും വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ സ്കൂൾ അലങ്കരിക്കാനുള്ള പൂക്കളാണ്. ക്രാഫ്റ്റും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ശോഭന ടീച്ചറാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം കടലാസ് പൂക്കൾ മാത്രം, പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ടീച്ചറുടെ നേതൃത്വത്തിൽ ആലത്തൂർ ബിയാസിൽ നിന്നുള്ള ക്രാഫ്റ്റ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ സഹകരണത്തോടെ 2-3 ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വരികയും എല്ലാ ടീച്ചേഴ്സും, ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഈ പരിപാടിയുടെ വിജയത്തിനായി ഇങ്ങനെ സ്കൂൾ അലങ്കരിക്കാനും മറ്റു പ്രവർത്തനങ്ങൾക്കായിട്ട് ഒപ്പമുണ്ട്. ഇത് കല്ലിങ്ങൽപ്പാടം സ്കൂളിൻ്റെ തന്നെ ഒരു ചരിത്രമായി മാറുകയാണ്. ആദ്യമായിട്ടാണ് ജില്ലാ പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിലെത്തുന്നത്. എല്ലാവരും തന്നെ സ്കൂളിൻ്റെ ഒരു പുരോഗമനത്തിനായി ഇത് നല്ലൊരു അവസരമായി കരുതിക്കൊണ്ട് എല്ലാ ടീച്ചേഴ്സും എല്ലാവരും തന്നെ മുഴുവൻ ദിവസവും ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിനുള്ള ഈ 2 ആഴ്ചകൾ ഞങ്ങൾക്ക് വളരെയധികം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു പൂർണ്ണമായിട്ടും ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ ലോകം അറിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറ്റപ്പെടുത്തൽ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ തട്ടിയ മുറിവാണെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ. മഹാത്മാഗാന്ധിയെ പരിചയമില്ലാത്ത അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചു മനസ്സിലാക്കുന്നതിനായി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം അയച്ചു കൊടുക്കുമെന്നും കബീർ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. P ഹരിഗോവിന്ദ മാസ്റ്റർ, ബൈജു വടക്കുംപുറം, PS മുരളീധരൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വളരെ നിസ്സാരനാക്കി അവഹേളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതിൻ്റെ പ്രതിനിധി നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ വകയും കൂടി വലിയൊരു അപകടകരമായ ചിന്ത പുറത്തു പറഞ്ഞിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിൻ്റെ കോപ്പിയാണ്. അപ്പോൾ ഗാന്ധി ദർശൻ സമിതിക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനകോടികൾക്കും വേദന ഉണ്ടാക്കിയ ഒരു പരാമർശമായി പോയി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു കാര്യം. അതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ നിർത്തിയില്ല. അതധികം തിരുത്തണം. പ്രധാനമന്ത്രി ആ പറഞ്ഞ പത്രസമ്മേളനം ഇൻ്റർവ്യൂ കൊടുത്തത് തിരുത്തി ഇന്ത്യയിലെ ജനങ്ങളോടും ലോകത്തെ ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ്. മറ്റു വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗാന്ധി പരാമർശത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തരൂർ മണ്ഡലം കമ്മിറ്റി വടക്കഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. രാജ്യം ഭരിക്കും മോദിക്ക്, രാജ്യം ഭരിക്കും മോദിക്ക്, രാജ്യം ഭരിക്കും മോദിക്ക്, രാജ്യം ഭരിക്കും മോദിക്ക് മഹാത്മാഗാന്ധിയെ അറിയില്ലത്രേ, മഹാത്മാഗാന്ധിയെ അറിയില്ല. മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് ഒരു ഇംഗ്ലീഷ് സിനിമയിലൂടെയാണെന്ന പരാമർശത്തിനെതിരെയാണ് ഗാന്ധി ദർശൻ വേദി വടക്കഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിലേക്ക് മാർച്ച് നടത്തിയത്. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ PP വിജയകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തരൂർ നിയോജക മണ്ഡലം ചെയർമാൻ A ഭാസ്കരൻ അധ്യക്ഷനായി. A ശിവരാമകൃഷ്ണൻ, P ഉണ്ണികൃഷ്ണൻ, കാരയങ്കാട് ശിവരാമകൃഷ്ണൻ, N രവി, K മോഹൻദാസ്, ബാബു മാധവൻ, A അബ്ദുൾ സത്താർ, V കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. 1982 ആറ്റൻബറോ
എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒരു പടം എടുത്തതിന് ശേഷമാണ് ഈ ലോകം അദ്ദേഹത്തെ അറിയുന്നത് എന്ന് ഒരു വിടുവായത്വം പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രത്തോളം വിവരമില്ലാത്ത ഒരു ഭാഷ്യം ഉപയോഗിച്ചു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ആകമാനം നാണക്കേടാണ്. അത് വളരെ ദുഃഖകരമാണ്. ഇന്ത്യയുടെ ചരിത്രം തന്നെ ഈ ലോകരാഷ്ട്രങ്ങൾ അറിയുന്ന ഇന്ത്യ ചരിത്രത്തിന് തന്നെ അത് നാണക്കേടായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് 1915 കാലഘട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും 1917 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഇന്ത്യ രാജ്യം മുഴുവൻ അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും അദ്ദേഹം സംഘടിപ്പിക്കുകയും പാലക്കാട് ജില്ലയിൽ തന്നെ 3 തവണ മഹാത്മാഗാന്ധി ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോയൽമന്നത്ത് അദ്ദേഹം വന്നിട്ടുണ്ട്, ശബരി ആശ്രമത്തിൽ 3 തവണ അദ്ദേഹം വന്നിട്ടുണ്ട്, പാലക്കാട് സുൽത്താൻപേട്ട പോലെയുള്ള സ്ഥലങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. 1000 രൂപ വൈദ്യുത ചാർജ് അടയ്ക്കാത്തതിന് വടക്കഞ്ചേരി ജലസേചന വകുപ്പ് ഓഫീസിന്റെ വൈദ്യുതി വിച്ഛേദിച്ച് KSEB. വടക്കഞ്ചേരി ജലസേചന വകുപ്പിന്റെ ഓഫീസ് കെട്ടിടത്തിലെ ഫ്യൂസാണ് കഴിഞ്ഞ ദിവസം KSEB അധികൃതർ ഊരിയത്. 1000-ഓളം രൂപ മാത്രമാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. 29-ാം തീയതിയായിരുന്നു ഡിസ്കണക്ഷൻ ഡേറ്റ്. സാധാരണ KSEB ബില്ല് വന്നാൽ ഉടൻ ആലത്തൂരിലെ ജലസേചന വകുപ്പിന്റെ ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യും. അവിടെ നിന്നും ട്രഷറി വഴിയാണ് ബാക്കി കാര്യങ്ങൾ നടക്കുക. എന്നാൽ ഇത്തവണ അതുണ്ടാവാത്തതിനാൽ ആവാം KSEB ഉദ്യോഗസ്ഥർ നേരിട്ട് വടക്കഞ്ചേരിയിലെ ജലസേചന വകുപ്പിന്റെ ഓഫീസിലെത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഫ്യൂസ് ഊരി പോവുകയായിരുന്നു. അടുത്ത ദിവസം അടയ്ക്കാമെന്ന് സാവകാശം ചോദിച്ചുവെങ്കിലും ഇവർ സമ്മതിച്ചില്ല എന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ TV സിന്ധു പറഞ്ഞു. എന്തായാലും ജലസേചന വകുപ്പിന്റെ ഓഫീസ് ഇപ്പോൾ ഇരുട്ടിലാണ്. സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കുന്നതിനെതിരെ BJP വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ടോൾ പ്ലാസ ഓഫീസ് ഉപരോധിച്ചു. ജൂൺ 1 മുതൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപത്തെ സ്കൂളുകൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ടോൾ പിൻവലിച്ചില്ലെങ്കിൽ ജൂൺ 3-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NV വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട്, K കൃഷ്ണകുമാർ, K ശ്രീകണ്ഠൻ, PK ഗുരു, V പ്രതീഷ് കുമാർ, ധനിത തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചിക്കോട് അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ പരിശീലകൻ ഡോക്ടർ N ശുദ്ധോദനൻ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിനി പോൾ അധ്യക്ഷയായി. അധ്യാപകരായ S ലതിക, രേഖ മേനോൻ എന്നിവർ സംസാരിച്ചു. School education, college education, everything are going to change in India from 2024. So we have to change. നമ്മൾ പഴയ ആയുധങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ വല്ല രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഒരു ഗംഭീര ഒരു സെഷനായിട്ട് മാറ്റാനും ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ മനസ്സിലെല്ലാം കുറേ സീഡ്സ് വിതച്ചിട്ട് പോവുക. ആ സീഡ്സിനെയൊക്കെ നിങ്ങൾ നനച്ച് വളർത്തി വലുതാക്കിയിട്ട് ജൂൺ 3 റീഓപ്പണിങ് മുതൽ അതിൻ്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുന്നവരായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാനതൊന്ന് മാറ്റി വെക്കുകയാണ്. 27 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KK ബൈജുവിന് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ KV രാമപ്രകാശ് അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ K സുചിത്ര, CV പ്രേംരാജ്, KV രാംപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഇന്ന് വിളിക്കുന്ന 4 എക്സിക്യൂട്ടീവുമാർ എക്സിക്യൂട്ടീവുമാരുടെ വളരെയധികം എനിക്ക് തോന്നുന്നു അവരെന്നെ വളരെയധികം സഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ശല്യപ്പെടുത്താനായിരിക്കും, പക്ഷെ അതൊരു താഴെ തട്ടിലേക്ക് അവർ കൃത്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ 100% കിട്ടിയിട്ടുണ്ടോ എന്നും സംശയമാണ്. കഴിഞ്ഞ ദിവസം ഡയറക്ടറുടെ ഒരു യാത്രയയപ്പ് പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ റിട്ടയർ ആവുകയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. കുഴപ്പമില്ല, പാലക്കാടല്ലേ വീട് എന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. അന്തിമഫലം ഉച്ചയോടുകൂടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച ടോൾ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പിരിക്കും. പന്നിയങ്കരയിൽ ടോൾ വർദ്ധിപ്പിക്കുന്നത് ഇത് 3-ാം തവണ. മധ്യവേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. അക്ഷരമുറ്റത്തെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. ജില്ലാതല പ്രവേശനോത്സവം കല്ലിങ്കൽപ്പാടത്ത്.
കല്ലിങ്കൽപ്പാടം സ്കൂളിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുക കടലാസ് പൂക്കളുമായി. മഹാത്മാഗാന്ധിയെ ലോകം അറിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറ്റപ്പെടുത്തൽ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ തട്ടിയ മുറിവാണെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ. ഗാന്ധിജിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.